അനീഷിനെ കണ്ടില്ലേ? എല്ലാ ആവശ്യത്തിനും മതി. അതിലെ നിങ്ങളെ അങ്ങനെ അവസാനം അനുമോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഇനി ഒരു തരത്തിലുമുള്ള ഒരു ഇതുമില്ല, എല്ലാം ആവശ്യത്തിന് മതി എന്നുള്ള തീരുമാനത്തിൽ അനുമോൾ എത്തിയിരിക്കുന്നു. അനീഷ് അനുമോൾ നമുക്കറിയാം, ബിഗ് ബോസ് സീസൺ 7 ആദ്യ സ്ഥാനവും രണ്ടാം സ്ഥാനവും കിട്ടിയ രണ്ട് വ്യക്തികൾ. ഇവർ തമ്മിൽ അതിനുള്ളിൽ വെച്ച് നടന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ അതിനുശേഷം പുറത്തിറങ്ങി വന്ന് നടന്ന കുറേയധികം കോലാഹലങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. അതിൽ തന്നെ കുറേയധികം ചളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ വാരി എറിഞ്ഞിട്ടുണ്ടായിരുന്നു അവസാന നിമിഷം. അപ്പോൾ അതൊക്കെ തന്നെ അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്തായാലും രണ്ടും രണ്ട് തട്ടിലേക്കായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യം തന്നെയാണ് അക്ബറിന്റെ മാരേജ് ഫംഗ്ഷനിൽ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് തന്നെ. അതായത് ഇപ്പോൾ ഈ പറയുന്ന അനീഷ് തന്നെയും അനുമോളെ കണ്ടിട്ട് വലിയ തോതിൽ മൈൻഡൊന്നും ഇല്ലാത്ത തരത്തിലായിരുന്നു കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അനുമോളായാലും തിരിച്ച് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അനീഷിന്റെ അടുത്ത് ഓരോന്ന് ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ട് നിന്ന് അനീഷിന്റെ അടുത്ത് പറയുന്ന അനുമോളെ കുറിച്ച് ചോദിച്ചപ്പോഴും അനീഷ് വലുതായിട്ടൊന്നും തന്നെ റിപ്ലൈ കൊടുത്തില്ല. അനുമോളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് തലയാട്ടിപ്പോയി എന്നത് മാത്രമേ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അനുമോളടുത്തും ഇപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം അത് തന്നെയാണ്. സംഭവം എന്താണോ അനീഷ് പ്രതികരിച്ചത് അതുപോലെ തന്നെയാണ്. എല്ലാ ആവശ്യത്തിനും മതി, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള തരത്തിൽ അനുമോളും ഇപ്പോൾ ഉത്തരം കൊടുത്തിരിക്കുന്നു. അതാണ്, എല്ലാ ആവശ്യത്തിനും മതി. ഇപ്പോൾ ഈ പറയുന്നത് പോലെ അനീഷിനിപ്പോൾ അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും ഇപ്പോൾ അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും ഒരു ചുക്കുമില്ല. അത് മറ്റൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവരൊക്കെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ തുടങ്ങി വെച്ചതെന്ന് പറയുന്നത്. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞ് അത് ഈ പറയുന്ന ഇത് പബ്ലിക്കിന്റെ ഇടയിലോട്ട് ഇട്ടുകൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇപ്പോൾ എന്താണ് രണ്ടുപേർക്കും ആ ഒരു ചമ്മലുണ്ട് എന്നുള്ളത് അവരെ ആ ഒരു ഫംഗ്ഷന് നേർക്കുനേർ കണ്ടപ്പോഴത്തേക്കും വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. അത് അനുമോളുടെ ഭാഗത്തു നിന്നായാലും അതോടൊപ്പം തന്നെ അനീഷിന്റെ ഭാഗത്തു നിന്നായാലും. എന്തായാലും ഈ ഓൺലൈൻ മീഡിയക്കാർക്കാണ് ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്തത്. അതായത് ഇപ്പോൾ അനുമോളുടെ അടുത്ത് നിന്ന് ഈ പറയുന്ന തോതിൽ അനീഷ് വന്നല്ലോ കണ്ടില്ലേ മിണ്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങളും, അനീഷിന്റെ അടുത്ത് എന്നിട്ട് അനുമോൾ വന്നല്ലോ കണ്ടില്ലേ മിണ്ടിയില്ലേ എന്ന് പറഞ്ഞുള്ള ചോദ്യം. ഇവിടെ അനുമോൾ വന്നാലും അനീഷ് വന്നാലും ഇപ്പോൾ അവിടെ ഒരു ഭൂകമ്പം സംഭവിക്കാൻ പോകുന്നില്ല. അവരിനി മിണ്ടിയാലും അവരിനി മിണ്ടിയില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. സോ അവരവരെ പാട്ടിന് വിടുക. അവർ മിണ്ടാതിരിക്കുക, കൂട്ടുകൂടാതിരിക്കുക, ഫ്രണ്ട്സാവാതിരിക്കുക, എന്ത് ചക്കയോ മാങ്ങയോ തേങ്ങ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവരവരെ പാട്ടിന് വിടുക. അത്രേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത സീസണൊക്കെ വരുമ്പോഴത്തേക്ക് അടുത്തവരെ പിറകെ പോവാം. ഈ ഒരു കാര്യം അങ്ങ് വിടുക. അവർ ഈ പറയുന്ന തോതിൽ അതിനുള്ളിൽ വെച്ച്, അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ചിട്ട് അനീഷ് അനുമോളടുത്ത് പറഞ്ഞ കാര്യങ്ങളും അത് അവിടെ കൊണ്ട് തന്നെ സ്റ്റോപ്പായി. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നതിന് ശേഷം ചില കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ചെളിവാരി എറിഞ്ഞ് ഒരു വലിയ തോതിൽ അതായത് നാറ്റക്കേസായി മാറുന്നതിലോട്ട് കാര്യങ്ങൾ മാറി. ഇപ്പോൾ അതും അവസാനിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരവരെ പാട്ടിന് വിടുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ അനീഷിൻ്റെ അടുത്ത് അനുമോളുടെ കാര്യവും അനുമോളുടെ അടുത്ത് അനീഷിൻ്റെ കാര്യവും ഒന്നും തന്നെ ചോദിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ കാര്യമായി അവരുടെ പാടായി അവർ പോട്ടെ. ഇനിയിപ്പോൾ അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും അടുത്ത ആൾക്കാരെ എത്തിപ്പിടിക്കാം. അതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്.